മോർണിംഗ്. ടുഡേസ് ടോപ്പിക് ഈസ് AC സർക്യൂട്ട്സ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട്സ് ആണ്. അതിൽ ആദ്യത്തെ സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസർ ഡയഗ്രം ഒന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഫേസർ ഡയഗ്രം, ദെൻ വി ആർ മൂവിങ് ഡയറക്ട്ലി ടു AC സർക്യൂട്ട്സ്. സോ എന്താണ് ഫേസർ ഡയഗ്രം? നമുക്കറിയാം AC-യുടെ EMF-ന്റെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. E is equal to E0 sin omega t. ഈ ഇക്വേഷൻ നമുക്ക് അറിയാതെ വിചാരിക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. ഇവിടെ ഇപ്പൊ ഈ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എക്സ് വൈ ആക്സസ് ഉണ്ട്. ഇവിടെ OA എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് വെക്ടർ ആണ്. OA-യുടെ വാല്യൂ E0 ആണെന്ന് വിചാരിക്കും. ദി വാല്യൂ ഓഫ് OA is E0. നമുക്ക് അറിയേണ്ടതാണ് ഇത്രയും ലെങ്ത്, ദിസ് വാല്യൂ ഇസ് E. ഇത്രയും വാല്യൂ ആണ് E. നമുക്കറിയാം ഇവിടെ നമ്മൾ ഈ ആംഗിൾ ഒമേഗ ടി ആണ്. നമുക്കറിയാം തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി പഠിച്ചിട്ടുണ്ട്. തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി അല്ലെങ്കിൽ ഒമേഗ തീറ്റ ബൈ ടി ആണ്. അതിൽ നിന്നാണ് തീറ്റ ഒമേഗ ടി എന്ന് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു വാല്യൂ എടുത്താൽ ഇതപ്പോ ഏതിന് തുല്യമാണ്? ഇത്രയും വാല്യൂ ഇക്ക് തുല്യമാണ്. OA is equal to E0 and if this angle is omega t, what is sin theta? Sin theta is equal to എന്തായിരിക്കും? Opposite side ഇതാണ്. That is E by hypotenuse is E0. So E by E0. അപ്പൊ ഇതിൽ നിന്ന് കിട്ടും E is equal to E0 sin theta. Am I right? തീറ്റയുടെ സ്ഥാനത്ത് ഒമേഗ ടി കൊടുത്താൽ E is equal to E0 sin omega t. അപ്പൊ ഇവിടുത്തെ റെപ്രസെന്റേഷനിൽ E is equal to E0 sin omega t എന്നാണ് ഈ ഇക്വേഷന്റെ കറക്റ്റ് മീനിങ്. അപ്പൊ ഗ്രാഫിക്കലായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ആംഗിൾ വെച്ചിട്ടുള്ള വേരിയേഷൻ കണ്ടുപിടിക്കാനാണ് ഫേസർ ഡയഗ്രം ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? വാട്ട് ഈസ് ദിസ് ടോട്ടൽ ആംഗിൾ? ഈ ആംഗിൾ ഫൈ ആണ്. അപ്പൊ ഇത് ഒമേഗ ടി ആണ്. അപ്പൊ ഈ മൊത്തം ആംഗിൾ എത്രയാണ്? ഇത് 5, ഈ ആംഗിൾ ഒമേഗ ടി. അപ്പൊ ഈ മൊത്തം ആംഗിൾ ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ട്രയാംഗിൾ എടുക്കുന്നത് എങ്ങനെ ട്രയാംഗിൾ എടുത്താൽ ഈ ഇത്രയും വാല്യൂ, ദിസ് വാല്യൂ I ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ വാല്യൂ എന്തായിരിക്കും? ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു I. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I. ഈ വാല്യൂ എന്താണ്? I0 എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. OB is I0. നേരത്തെ OA എന്നുള്ളത് E0 എന്ന് പറഞ്ഞ പോലെ OB എന്താണ്? I0 ആണ്. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ ഈ ട്രയാംഗിൾ എടുക്കുന്നത്, ഈ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് സൈൻ ഒമേഗ ടി പ്ലസ് 5. ക്ലിയർ? ഈ മൊത്തം സൈൻ ഒമേഗ ടി പ്ലസ് 5. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ദിസ് I is equal to I by hypotenuse is this one I0. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ നമ്മുടെ ഇക്വേഷൻ കിട്ടും. I is equal to I0 sin omega t plus 5. അപ്പൊ നേരത്തെ E is equal to E0 sin omega t എന്ന് റെപ്രസെന്റ് ചെയ്തു. I is equal to I0 sin omega t plus 5. അപ്പൊ ഈ ഫേസർ ഡയഗ്രത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാനത് ക്യാൻസൽ ചെയ്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനും ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും. സിംപ്ലി ദിസ് ഇസ് എ ഡയഗ്രാം. നമ്മൾ ഈ ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഡയഗ്രത്തില് നമുക്കറിയാം ഇങ്ങനെ നമ്മൾ രണ്ട് വാല്യൂസ് കൊടുക്കുന്നു. ഈ വാല്യൂസ്, ബോത്ത് ദീസ് വാല്യൂസ്, ദിസ് വാല്യൂ ഇസ് E0, ദിസ് വാല്യൂ ഇസ് I0. ഈ ആംഗിൾ ഒമേഗ ടി ആണ്, ഈ ആംഗിൾ എന്താണ്? ഫൈ ആണ്. അപ്പോ ഇത് ഇത്രയും വാല്യൂസ് എടുക്കുന്നു. നേരത്തെ പ്ലോട്ട് ചെയ്ത് നടക്കുക, ഇത് I ആണ്, ഇത് E ആണ്. സോ സിമ്പിൾ, പഴയ പോലെ ഗ്രാഫ് ആയി. അപ്പൊ ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന ഇതാണ്. E is equal to E0 sin omega t എന്നും I is equal to I0 sin omega t plus 5. അപ്പൊ ഇവിടെ ആംഗിളിന്റെ വ്യത്യാസം ഇവിടെ ഒമേഗ ടി ആണ്, ഇവിടെ ഒമേഗ ടി പ്ലസ് 5. ഈ 5 നമുക്ക് വേണമെങ്കിൽ ഇവ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയാം. ദിസ് ആംഗിൾ ഈസ് കോൾഡ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് EMF. അപ്പൊ ഗ്രാഫിക്കലായിട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ടില് EMF-നെയും കറണ്ടിനെയും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസർ ഡയഗ്രം ഉപയോഗിക്കുന്നത്. ഇപ്പൊ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആണ് E0യും I0യും. ഇതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ദിസ് ഡയഗ്രം ഈസ് കോൾഡ് ഫേസർ ഡയഗ്രം. ഇപ്പൊ ശ്രദ്ധിക്കുക, ഈ ഇപ്പൊ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതിൽ E is equal to E0 sin omega t എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി. അതുപോലെ I is equal to I0 sin omega t plus 5 എന്നുള്ളതും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ AC സർക്യൂട്ടിലോട്ട് പോകാം. സോ ആഫ്റ്റർ ഡിസ്കസിംഗ് ദിസ് ഫേസർ ഡയഗ്രം വി ആർ മൂവിംഗ് ടുവേർഡ്സ് AC സർക്യൂട്ട്സ്. അപ്പൊ AC സർക്യൂട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് AC സർക്യൂട്ടിലെ പലതരം സർക്യൂട്ട് ഉണ്ട്. ഇവിടെ പറയാൻ പോകുന്നത് സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. ഇതാണ് സർക്യൂട്ട്. AC സർക്യൂട്ടില് AC സർക്യൂട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഏതാണ് എടുക്കുന്നത്? റെസിസ്റ്റർ ഓൺലി. AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് അതിനെ എടുക്കുമ്പോൾ റെസിസ്റ്റർ മാത്രമുണ്ട്. ഇത് AC വോൾട്ടേജ് ആണ്. AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ റെസിസ്റ്റർ മാത്രമുണ്ട്. ഇതാണ് സർക്യൂട്ടിന്റെ റെപ്രസെന്റേഷൻ. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. കറണ്ട് I, AC വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ആൻഡ് റെസിസ്റ്റർ. സിമ്പിൾ സർക്യൂട്ട്. നമുക്ക് വേണ്ടത് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ you are now going to derive the equation for EMF. EMF-ന്റെ ഇക്വേഷൻ നമുക്കറിയാം. അത് വച്ചിട്ട് നമ്മൾ കറണ്ടിന്റെ ഇക്വേഷനിലോട്ട് പോവുകയാണ്. സോ EMF വച്ചിട്ട് കറണ്ടിന്റെ ഇക്വേഷൻ. EMF-ന്റെ ഇക്വേഷൻ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. E is equal to E0 sin omega t.
പഠിച്ച ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ. അപ്പൊ അറിയേണ്ടത് കറണ്ടിലോട്ട് പോകുമ്പോൾ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനിലോട്ട് പോകുക. അപ്പൊ നമുക്കറിയാം I is equal to V by R. ഇവിടെ നമുക്ക് E by R എന്ന് എടുക്കാം. ക്ലിയർ? E by R എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ I is equal to E യുടെ സ്ഥാനത്ത് എന്ത് കിട്ടുന്നു? E0 sin omega t by R. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം എന്താണ് E0 by R? മാക്സിമം EMF by റെസിസ്റ്റൻസ്, മാക്സിമം കറണ്ട് I0. അപ്പൊ ഇക്വേഷൻ നമുക്ക് കിട്ടും I is equal to I0 sin omega t. അതായത് ഇവിടെ ഒരു കാര്യം മനസ്സിലായി, there is no phase difference. EMF ഉം കറണ്ട് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. ബോത്ത് ആർ ഇൻ ഫേസ്. നേരത്തെ ഞാൻ പറഞ്ഞാൽ E is equal to E0 sin omega t, I is equal to I0 sin omega t plus 5. ഇവിടെ രണ്ടിലും ഒമേഗ ടി ആ വരുന്നത്. അപ്പൊ ഫേസ് ഡിഫറൻസ് ഇവിടെ ഇല്ല. സോ ബോത്ത് EMF ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. ഇതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. ഇനി നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലോട്ട് പോവുകയാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് വാല്യൂസ് എങ്ങനെ പ്ലോട്ട് ചെയ്യാന്നുള്ളത് സിംപ്ലി നമുക്കറിയാം. വാല്യൂസ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നു ഇക്വേഷൻ എന്താണ്? E is equal to ആണ്. E is equal to E0 sin omega t. I is equal to I0 sin omega t. ഒമേഗ ടിയുടെ വാല്യൂസ് കൊടുക്കുന്നു നമുക്കറിയാം 0 പൈ ബൈ 2, അടുത്ത പൈ 3 പൈ ബൈ 2 ദെൻ 2 പൈ. എല്ലാ വാല്യൂസും കൊടുക്കുന്നു. ഇയുടെ വാല്യൂ എന്ത് കിട്ടും? ഐയുടെ വാല്യൂ എന്ത് കിട്ടും? സിമ്പിൾ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. EMFന്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒമേഗ ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ E is equal to 0. ഒമേഗ ടി പൈ ബൈ 2 ആകുമ്പോൾ ഇത് 1 ആണ്. സോ E is equal to plus E0. ഒമേഗ ടി പൈ ആകുമ്പോൾ ഈ ഒമേഗ ടി പൈ ആകുമ്പോൾ നമുക്കറിയാം that is equal to 0. 3 പൈ ബൈ 2 ആകുമ്പോൾ sin 3 പൈ ബൈ 2 is -1. സോ E is equal to minus E0. ഇവിടെ വീണ്ടും 2 പൈ ആകുമ്പോൾ ഇതിന്റെ വാല്യൂ 0 ആവുന്നു. സോ E is equal to 0. ഇതുപോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറണ്ട് എത്ര കിട്ടുന്നു? ഒമേഗ ടി 0 ആകുമ്പോൾ I is equal to 0. പൈ ബൈ 2 ആകുമ്പോൾ sin പൈ ബൈ 2 1. therefore plus I0. അടുത്ത പൈ ആകുമ്പോൾ 0 again 0. പൈ ആകുമ്പോഴത്തേക്ക് ഇത് 0 ആകുന്നു, 0 ഇടുന്നു. അടുത്ത 3 പൈ ബൈ 2 ആകുമ്പോൾ -1 ആണ്. again the value is minus I0. ഇവിടെ ഇതുപോലെ വാല്യൂ 2 പൈ ആകുമ്പോൾ 0 ഇടുന്നു. സോ വാല്യൂസ് ഒക്കെ ഇത് കിട്ടി. പക്ഷെ ഇവിടെ ഒരു കാര്യം ചെയ്യാം, രണ്ടും ഒരുപോലെ എടുക്കുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ്, കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിട്ട് എടുക്കാം. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് കൂടുതൽ എടുത്തുകൊണ്ട് ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യണം. അവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ അറിയാം. EMFന്റെ വാല്യൂ നമുക്ക് EMFന്റെ വാല്യൂ ഇതുപോലെ പോകുന്നു. കാര്യം എന്താ? നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇതാണ്, ഇതുപോലെ കിട്ടുന്നു. വാല്യൂസ് നേരത്തെ ഉള്ള വാല്യൂസ് ഇതുപോലെ തന്നെ കിട്ടുന്നു. ഇത് 0 ആണ്, പൈ ബൈ 2 ആണ്, പൈ ആണ്, ഇത് 3 പൈ ബൈ 2 ആണ്, അതുപോലെ ഇത് 2 പൈ ആണ്. ഈ വാല്യൂ എന്താണ്? ദിസ് വാല്യൂ ഇസ് പ്ലസ് E0. നേരത്തെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു മൈനസ് E0. നോക്കിയാൽ നമുക്കറിയാം ഇങ്ങോട്ട് EMF എടുത്തിരിക്കുകയാണ്. EMF നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറിയാം തീറ്റ ഈസിക്വൽ ഇവിടെ എന്താ എടുക്കുന്ന? തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി എടുത്തിരിക്കുന്നു. ഇപ്പൊ EMF പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ 0, പൈ ബൈ 2 ആകുമ്പോൾ നോക്കൂ, പൈ ബൈ 2 ആകുമ്പോൾ പ്ലസ് E0, പൈ ആകുമ്പോൾ 0, 3 പൈ ബൈ 2 ആകുമ്പോൾ മൈനസ് E0, 2 പൈ ആകുമ്പോൾ ദിസ് മച്ച്. കറണ്ടിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിയെടുക്കുന്നു. അവിടെ ഇതുപോലെയാണ് ആ ഗ്രാഫ് നോക്കുക, ഇതുപോലെ പോവുകയാണ്. The graph value moves like this. There is some slight difference, that is look here. ഗ്രാഫ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇതുപോലെ പോവുകയാണ്, ഇങ്ങനെ പോകുന്നു. നമുക്ക് ഈ ഒരു വാല്യൂ എന്തായാലും എടുക്കാം. ദിസ് വാല്യൂ നമുക്ക് എന്തെടുക്കുന്നു? പ്ലസ് I0 എന്ന് എടുക്കാം. ഇവിടെ ഈ വാല്യൂ നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് ഇതിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്ത് മൈനസ് I0 എന്ന് എടുക്കാം. അപ്പൊ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മനസ്സിലായി തോന്നുന്നു. ഇതുപോലെയാണ് ഒമേഗ ടി 0 ആകുമ്പോൾ ഐയുടെ വാല്യൂ 0, പൈ ബൈ 2 ആകുമ്പോൾ പ്ലസ് I0, പൈ ആകുമ്പോൾ വീണ്ടും 0, അടുത്ത 3 പൈ ബൈ 2 ആകുമ്പോൾ മൈനസ് I0, വീണ്ടും 2 പൈ ആകുമ്പോൾ 0. അപ്പോൾ EMFന്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, കറണ്ടിന്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു. ഇവിടെ നമ്മൾ E0യുടെ വാല്യൂവിനെക്കാളും I0യുടെ വാല്യൂ കൂടുതലായി എടുത്തതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെ പോകും. വേണമെങ്കിൽ നമുക്ക് അകത്തോട്ട് എടുക്കാം, നോ പ്രോബ്ലം പറ്റാതെ. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ. ഇതാണ്. അപ്പൊ നമുക്ക് രണ്ടും ഒരേ ഫേസ് ആണ്. എന്താ രണ്ടും ഒരേ ഫേസ്? ബിക്കോസ് രണ്ടും ഒരേ സമയത്ത് 0 ആവുന്നു, രണ്ടും ഒരേ സമയത്ത് മാക്സിമം ആവുന്നു, രണ്ടും ഒരേ സമയത്ത് 0 ആവുന്നു, രണ്ടും ഒരേ സമയത്ത് മിനിമം ആവുന്നു, രണ്ടും വീണ്ടും ഒരേ സമയത്ത് 0 ആവുന്നു. ഇതുകൊണ്ടാണ് ബോത്ത് ആർ ഇൻ ഫേസ്. ഇനി ഇത് വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ, വെക്ടർ ഡയഗ്രാം, ഫേസർ ഡയഗ്രാം വരയ്ക്കുക. വെക്ടർ ഡയഗ്രാം വളരെ സിമ്പിൾ ആണ്. രണ്ടും ഒരേ ഫേസ് ആയതുകൊണ്ട് വെക്ടർ ഡയഗ്രാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക് we can plot that vector diagram. അപ്പോൾ ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കഴിഞ്ഞു. Now we are moving towards the vector diagram. ഇതാണ് വെക്ടർ ഡയഗ്രാം. വളരെ സിമ്പിൾ ആണ് വെക്ടർ ഡയഗ്രാം. ബോത്ത് ആർ ഇൻ ഫേസ്. നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഇത് EMF,
ഇത് കറണ്ട്, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഈ EMF ഇതാണെങ്കിൽ നമുക്ക് കറണ്ടും അതുപോലെ തന്നെ ആയിരിക്കും. സേ ഇത് EMF ആണെങ്കിൽ കറണ്ട് ഇതുപോലെ തന്നെയാണ്, നോ ചേഞ്ച്, ബിക്കോസ് ബോത്ത് ആർ ഇൻ ഫേസ്. രണ്ടും ഒരുപോലെയാണ്. ഈ ഈസ് ഈക്വൽ ടു IR എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് എടുക്കാം. രണ്ടും ഒരേപോലെ വരുന്നതാണ്. നമുക്ക് വെക്ടർ ഡയഗ്രാം എടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് രണ്ടും ഒരേ ഫേസ് ആണ്. ഈ ഈസ് ഈക്വൽ ടു IR എന്ന് എടുത്താൽ മതി, ബോത്ത് ആർ സെയിം. പക്ഷെ ഫേസർ ഡയഗ്രാം നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഫേസർ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുമ്പോൾ വെക്ടർ ഡയഗ്രാം എന്നാൽ ദിശ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഫേസർ നമ്മൾ ആംഗിൾ റെപ്രസെന്റേഷൻ കാണിക്കുകയാണ്. എന്താ ഇങ്ങനെ കാണിക്കാൻ കാര്യം? ഇപ്പൊ രണ്ടും തമ്മിലുള്ള ആംഗിൾ രണ്ടും പാരലാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് ആംഗിൾ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഇനി വെക്ടർ ഡയഗ്രാമത്തിലോട്ട് പോകുമ്പോൾ വെക്ടർ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരല്പം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. വെക്ടർ ഡയഗ്രാം അല്ല, ഫേസർ ഡയഗ്രാം. വി ആർ നൗ മൂവിംഗ് ടുവേർഡ്സ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. E is equal to E0 sin omega t, I is equal to I0 sin omega t. ഇത് ഒറ്റ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഒറ്റ ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. വി ആർ റെപ്രസെന്റിംഗ് ഇറ്റ് ഇൻ എ സിംഗിൾ ലൈൻ. സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ എടുക്കുന്നു, ഇതുപോലെ. ഇത് E ആണ്, ഇത് I ആണ്. ക്ലിയർ? ഈ ആംഗിൾ നമുക്ക് കൊടുക്കാം ഒമേഗ ടി എന്ന് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നോക്കൂ, എന്താ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കാരണം? ഇത് E is equal to ഈ ഒമേഗ ടി ആയിരിക്കുമ്പോൾ E ഇങ്ങനെയാണെങ്കിൽ I ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ആയി പോയിരുന്നെങ്കിൽ അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഫേസ് ഡിഫറൻസ് 5 ആണ്. ഇവിടെ ഫേസ് ഡിഫറൻസ് ഇല്ല. ഫേസ് ഡിഫറൻസ് 0 ആയതുകൊണ്ട് E ഇങ്ങനെയാണെങ്കിൽ I ഇങ്ങനെ. നമുക്കറിയാം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു EMF ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഫേസ് ഡിഫറൻസ്. അപ്പൊ ഇയും ഐയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. ഇവിടെ ഈ ഫേസ് ഡിഫറൻസ് 0 ആയതുകൊണ്ട് ബോത്ത് ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഒമേഗ ടി മാത്രമേ ഉള്ളൂ. EMF ഇങ്ങനെയാണ്, കറണ്ട് ഇങ്ങനെയാണ്. EMFന്റെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കാൻ കറണ്ട് കൂട്ടിയെടുക്കാം, അത് തിരിച്ചുമായിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ അങ്ങനെ എടുത്തു എന്നുള്ളത്. ഇത് ഫേസർ ഡയഗ്രാമാണ്. അപ്പോൾ എല്ലാ സർക്യൂട്ടിലും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ്. ഏത് സർക്യൂട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താലും ഇത് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടാണ് ഡിസ്കസ് ചെയ്തത്. AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ EMFന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. E is equal to E0 sin omega t. അത് വെച്ചിട്ട് വി ഹാവ് ടു അറൈവ് an equation for current. Then graphical representation, നെക്സ്റ്റ് വെക്ടർ ഡയഗ്രാം, നെക്സ്റ്റ് ഫേസർ ഡയഗ്രാം. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിന്റെ കംപ്ലീറ്റ് പോർഷൻ നമുക്ക് കവർ ആവുന്നുണ്ട്. നെക്സ്റ്റ് ഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അതർ AC സർക്യൂട്ട്സ്. ഓക്കെ, ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് വെൽ. ഓക്കെ, താങ്ക് യു.